എൻ്റെ ജയദേവ, നിങ്ങളൊന്ന് ക്ഷമിക്കേ. അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ചായ. അവക്ക് എന്നെക്കാളും 10 വയസ്സ് കുറവാണ് അച്ചായ. അച്ചായനറിയാവോ, 1 വർഷമായി ഞാനോട് തമ്മിൽ എന്തെങ്കിലും നടന്നിട്ട്. എനിക്കാണെങ്കിൽ വേറൊരു സെറ്റപ്പ് ഒന്നുമില്ല. അച്ഛേ. ഹലോ അലൻ, എന്നാണ് വിശേഷം? അങ്ങനെ പോകുന്നു ചായ. ഇത് റോണി, നമ്മുടെ കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ റോണി. നൈസ് ടു മീറ്റ് യു സർ. നൈസ് മീറ്റിംഗ് യു. ഇത് ജയദേവൻ, കുണ്ടന്നൂർ എസ് ഐ. അച്ഛാ, നമ്മുടെ റോണിക്ക് അച്ഛനെ പേഴ്സണലി ഒന്ന് കാണണമെന്ന്. പിന്നെന്താ, വൈ നോട്ട്. സാധാരണഗതിയിൽ വിസിറ്റിംഗ് ആണങ്ങനെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ എല്ലാം പറഞ്ഞോണ്ടിരിക്കട്ടെ. എന്നാ ശരി, നടക്കട്ടെ നടക്കട്ടെ. ശരി ചാ, ഞങ്ങൾക്ക് ഇച്ചിരി പേഴ്സണൽ കാര്യമുണ്ട്. ശരി. ഒരു സ്ട്രോ. സ്ട്രോയോ? ഒരു സ്ട്രോ വേണം റോണി. ക്ഷമിക്കണം. ഹലോ പറ. റോണി, മറക്കാൻ നാളെ സമയത്ത് തന്നെ വരണേ. എനിക്ക് ഓർമ്മയുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർപ്പെടുത്തേണ്ട കാര്യമില്ല, മനസ്സിലായ? ഞാനൊരു അർജന്റ് മീറ്റിംഗില്ല. അവനെ വിളിക്കാം. ആൻസി അല്ലേ? നാളെ പ്രീ മാരിറ്റൽ കൗൺസിൽ ഉണ്ട്. അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. കല്യാണമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും വേലിയാട്ടം നിർത്തടാ. എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് വേലി കെട്ടി വെക്കണേ? അതുകൊണ്ടല്ലേ നമുക്ക് ചണ്ട വരണേ. ഇതാ നോക്കി. ആർ യു സ്ലീപ്പിംഗ് ബേബി? ആർ യു അലോൺ? ഇങ്ങനത്തെ മെസ്സേജ് വന്ന നമ്മൾ ഏത് വേലിയും ചാടില്ല മോനെ. ഞാൻ ആലോചിക്കുന്നതേ, നിന്നെ കണക്കൊരു ഫ്രോഡിനെ. സോറി അളിയാ. യു ക്യാൻ ഫ്രോഡിനെ. ഇത്രയും സാമ്പത്തികമുള്ള ആൻസി എങ്ങനെടാ ഇഷ്ടപ്പെട്ടത്? That's a long story. I will tell you. Once upon a time in a life. നീ തന്നെ? ഞാൻ തന്നെ. എനിക്ക് പിന്നെ നല്ല വീട്ടിൽ നിന്ന് നല്ല ആലോചന കിട്ടുന്നു എനിക്ക് തോന്നണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുവരും. ഇവളങ്ങനെ ഉണ്ട്. എൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന കുട്ടിയാ. കൊള്ളാം. കൊള്ളാം. എനിക്കൊരു പെണ്ണിൻ്റെ സൗന്ദര്യം വേണോ ചായ? ജയദേവ, എൻക്വയറി റിപ്പോർട്ട് എനിക്ക് ഫേവറബിൾ ആയിട്ട് കൊടുക്കുക. ലൈസൻസ് ഓക്കെ ആവുമ്പോൾ എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അവിടെ ഉണ്ടാവും. സന്തോഷമായില്ലേ? കാഷണ്ടിയൊക്കെ തിളങ്ങുന്നു. മരക്കാറിലെ പാട്ട് വരെ തെറ്റിച്ച് പാടുന്നു തെണ്ടി. നീ ഇതൊരെണ്ണം അടിച്ചിട്ട് ആ മരക്കാരൻ്റെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് പറയടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു. എനിക്ക് ഒട്ടും സമയമില്ല. നാളെ ഒരു ഗാനമേളുണ്ട്. നീ എന്നോട് വരുന്നുണ്ടോ? ആ, ഞാൻ വരുന്നുണ്ട്. സമയത്രയായില്ലേ, ഞാൻ വണ്ടി എടുത്തിട്ട്. ആ, അവനെ പെട്ടെന്നോ. പോട്ടെ എന്നാ. കാണാട്ടോ. അപ്പൊ കാണാം കേട്ടോ. വരട്ടെ. കാണാട്ടാ. ബൈ. ഗുഡ് നൈറ്റ്. അല്ലേ ചെറി, എന്റെ പാട്ടിന്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കണേ. തള്ള ലൈക്ക് അടിക്കില്ല, പിന്നെയാണ് കേറി അവനെ കൊല്ലാനും ആരുമില്ലേ.
ആരാ ആരാ? ഏ നിങ്ങളേതാ? അറിയാമോ എണീറ്റോ? എന്തോ രാവിലെ കഴിക്കാൻ? ദോശ. ചമ്മന്തി വേണമെങ്കിൽ തേങ്ങ പൊതിക്കണം. സമ്മതിക്ക് പിന്നെ തേങ്ങ വേണ്ടേ? ഏ? എത്ര വേണം? ഒന്ന്. ഒരെണ്ണ. അല്ലെങ്കിൽ പിന്നെ സാമ്പാറാക്കിയല്ലോ. കഷ്ടം. സാമ്പാറല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് പറയൂ. എന്നെ എടുക്കുക? ഞാനത് എഴുന്നേറ്റും തുണിയൊക്കെ കഴുകിയിട്ടു. ആഹാ, എന്നിട്ട്? അപ്പൊ അമ്മ പറയാ ചമ്മന്തിക്ക് തേങ്ങയില്ലെന്ന്. അപ്പൊ ഞാൻ തേങ്ങയും പൊളിച്ചു കൊടുത്തു. വിളിച്ചതേ ഇന്ന് 12 മണിക്കല്ലേ കൗൺസിലിംഗ്. 11:30 ആകുമ്പോഴേക്കും റോണി ചർച്ചിലെത്തണേ. ഞാനൊരു 11:15 ഇവിടെ എത്തും. അതിന് മുന്നേ ഒരു ക്ലയന്റിനെ കാണാണ്ടേ. ആ പിന്നെ നിന്നെ കാണാനായിട്ട് എൻ്റെ അങ്കിള് വരുന്നുണ്ട്. പുള്ളി ഗൾഫിൽ നിന്ന് വന്നത് തന്നെ ഇതിനാ. കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം കെടുത്തരുത്. ഞാൻ നിന്നെ നാണം കെടുത്തു. അപ്പൊ ദോശയും സാമ്പാറും എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം. ഡാ, ആ നീ ആ കൊച്ചിനെ പറ്റിക്കുവാണോ? ഇത് എന്തോന്ന് പറയാമോ ഈ പറയണേ? പറ്റിക്കാനാണോ കല്യാണം കഴിക്കാന്ന് പറഞ്ഞേ? ആ, കല്യാണമൊക്കെ ഉറപ്പിച്ചു. നീ ഇപ്പൊ ആ കൊച്ചിന് കൊടുത്ത ഉമ്മയില്ലേ, അതുപോലത്തെ കുറെ ഉമ്മ രാത്രിയും വെളുപ്പാങ്കാലത്തൊക്കെ വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തോന്ന് പറയാമേ ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഇങ്ങനെ എത്തി നോക്കുന്നത്. ഈ കുര്യാക്കോസാറിന്റെ ഫ്ലാറ്റ് ഏതാ? ഈ കുര്യാക്കോസാറിന്റെ ഫ്ലാറ്റ് ഏതാ ഫ്ലാറ്റ്? ഏതാ? E191. ഓപ്പൺ ചെയ്തോ. താങ്ക് യു. ആരാ? ആരാ? റോണി. താനാരാ? ബാലുവേ ഡാ, ഞാൻ പരിപാടി നിർത്തിടാ. ആ പീഡ പെണ്ണിന്റെ പുറകെ നടക്കുന്ന പരിപാടി നിർത്തി. ഞാനിനി അളിയന്റെ പോലെ ലൈഫ് അടിച്ചു പൊളിക്കാൻ പോവാ. നോ കമ്മിറ്റ്മെന്റ്, ഫുൾ പൊളി. ഇപ്പോഴാണ് നീ എന്റെ ഫ്രണ്ട് ആയത്. അല്ലെ തന്നെ ചണവരണ്ടി പെണ്ണിന്റെ പുറകെ പോകുന്ന നിനക്ക് ഭ്രാന്താണ്. അത് വേണ്ട. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ലിസ്റ്റ് എവിടെ? അളിയാ എന്റെ ഫസ്റ്റ് ക്ലൈന്റ് പോകടാ, സാൻഡ്ര ജേക്കബ്. ഞാൻ ഇന്ന് പൊളിക്കും മച്ചാ. നിന്റെ ലിസ്റ്റ് നോക്കട്ട്. കുര്യാക്കോസ് ഏതിനും കളവനായിരിക്കും, ചെന്ന് കയറിക്കോളൂ. എന്നാ പിന്നെ ഞാൻ സാൻഡ്ര ജേക്കബിന്റെ അവിടെ പോയാലോ? എടാ ഇന്നലെ പോലെ കാതറിന്റെ മനസ്സിൽ കൊണ്ടു നീ പെട്ടെന്ന് സാൻഡ്ര ജേക്കബിന്റെ ഡീൽ ചെയ്യാറായില്ല. എന്താ സംഭവം എന്ന് വെച്ചാ ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്തു. ഇനിയിപ്പോ എന്റെ മനസ്സിൽ കാതറിന് ഇല്ല. വേണ്ട, നീ കുര്യാക്കോസിന്റെ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യ്. ഹാവ് എ നൈസ് ഡേ. എന്തിന്? അത് ഞാൻ എന്നോട് പറഞ്ഞാണ്. ഹാവ് എ നൈസ് ഡേ ബാലു. ബൈ മാരി. മാരിയ? ബൈ. വേറെ ലിസ്റ്റ് ഉണ്ടോ? ഇല്ല. ഇല്ല. ബൈ. നിങ്ങളൊക്കെ ആരാ? ഇത് SI സാറല്ലേ? പോലീസാണോ? കുണ്ടന്നൂർ സ്റ്റേഷനിലെ. അല്ല, നിങ്ങളാരാ? മുടി വളർന്ന സാറേ. സാറേ സാറേ നിങ്ങളൊക്കെ ആരാ? സാറേ SI അല്ലേ? കുണ്ടന്നൂർ സ്റ്റേഷനിലെ. എടുത്തേക്കാന്ന്
ഇന്നാരായിട്ട് അഭിനയം മീൻകാരനാ പിച്ചക്കാരനാ? ലൈസൻസ് കിട്ടി. ലൈസൻസാ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലൈസൻസ് കിട്ടിയാണ്, നിനക്കറിയില്ല. എന്ത് കൊണ്ടാണെങ്കിലും ശരി, ഉച്ചക്ക് ആതിരയില് വന്നോളണം. ആതിരല്ലോ? അതെന്തിന്? ആതിര ഗോൾഡ് ആൻഡ് സിൽക്കില്. എന്ത് കാര്യം? ഞാനും മോളും കൂടെ ഉച്ചക്ക് തുണിയെടുക്കാൻ പോകുന്നുണ്ട്. അടുത്ത ആഴ്ച അനിയത്തിന്റെ കുഞ്ഞിന്റെ പേര് വിളിക്കലല്ലേ, മറന്നോയാ? നീ ഒരു കാര്യം ചെയ്, ഇതാ നീ പോയിട്ടേ. നിങ്ങൾ പൈസ അന്ന് കഴിച്ചലാക്കാനൊന്നും നോക്കണ്ട. നിങ്ങളുണ്ടെങ്കിൽ അവർ ഡിസ്കൗണ്ട് തരുള്ളൂ. അതുകൊണ്ട് എന്തായാലും വരണം. നീ പേഴ്സ് മുഴുവൻ കൊണ്ടുപോക്കോളാൻ. ഒരുമാതിരി കേരള പോലീസിന്റെ ബുദ്ധി എന്നോട് കാണിക്കണ്ട. എന്തായാലും വന്നേ പറ്റൂ. ഉഷ്, എന്റെ പറശ്ശിനിക്കട മുത്തപ്പാ, ഇവർക്കിനി എപ്പാമോ ലേശം ബോധം വരുവോ? എങ്ങോട്ടാ സാറേ? സിവിൽ ഡ്രസ്സിൽ. ഹോം മിനിസ്റ്ററോട് കുറച്ച് പൈസ അടഞ്ഞു ചോദിക്കാൻ പോവാ. വരുന്നുണ്ടോ? എടോ, CAയുടെ മോളുടെ എൻഗേജ്മെന്റിന് പോവാടോ. നിങ്ങള്? റോണി സാറേ, ഞാൻ നിരപരാധി. അച്ചായം പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്നതാ.